അളിഞ്ഞോസ് പെരേരയുടെയും കൂട്ടരുടെയും കുറച്ച് നാടകമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഇപ്പം എന്താണ്ട് കൂട്ടത്തിൽ അവൻ്റെ അപ്പനും മകന് ബുദ്ധിസ്ഥിരത ഇല്ലാത്ത ഒരു കംപ്ലൈൻ്റ് ആണെങ്കിൽ പിന്നെയും ഇതാക്കാം, അപ്പനും കൂടി തലയ്ക്ക് സ്ഥിരം ഇല്ലാണ്ടായാലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവന് ആരോ ഒരു പരിപാടിക്ക് കൊണ്ടുപോകുന്നു, മീഡിയക്കാരാണെന്നാണ് പറയുന്നത്. അവിടെ പോയിട്ട് പേയ്മെന്റ് കിട്ടിയില്ല എന്നുള്ള ഒരു പ്രശ്നത്തിലാണ് അവിടെ കശപിശ കൂടുന്നത്. അപ്പം ഇതിനു മുമ്പ് അളിഞ്ഞോസ് പെരേരനെ വിനീത് എടുത്തിട്ട് അടിക്കുന്ന, വിനീത് എന്ന് പറഞ്ഞ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആ ട്രാൻസ്ജെൻഡറുടെ ഒരു പരാതി പുറത്തു വന്നില്ലേ, അതിലെ ഒരു ആളാണ് വിനീത് എന്ന് പറയുന്നത്. ഇവനൊക്കെ കൂടെ കൊണ്ട് നടക്കുന്നവരുടെ കയ്യിൽ നിന്ന് തന്നെ ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്. എന്നിട്ട് ഇവൻ എന്താ ചെയ്തത്? ഇവൻ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തലയിൽ ഒരു കെട്ട്, കയ്യിൽ ഒരു കെട്ട്, കവളത്തും നെറ്റിയിലും ഒക്കെ മറ്റേ സ്റ്റിക്കറുകൾ മീൻസ് ബാൻഡേജുകൾ ഒട്ടിച്ചു വെച്ചിട്ടുകൊണ്ട് ഒരു തരം നാടകം എന്നല്ലാണ്ട് ഇതിനൊന്നും പറയാനില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 2 എണ്ണം കൊടുത്ത മീഡിയക്കാരൊന്നും വൃത്തിക്ക് കൊടുത്തില്ലല്ലോ എന്നൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. ഇവരുടെ കൂടെ നമ്മൾ വീഡിയോ ചെയ്താൽ എന്തെങ്കിലും ഒരു പബ്ലിക്കായിട്ടൊരു വീഡിയോയിലോ റീൽസിലോ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കും കൂടിയാണ് ആ ചീത്തപ്പേര് വരുന്നത്. എന്നോട് ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന വ്യക്തികൾക്കിടെ കൂടെ, അതായത് ഈ അളിഞ്ഞോസ് പെരേരയുടെയും ആട്ടായത്തിൻ്റെയും കൂടെ ഒരിക്കലും റീൽസോ കാര്യങ്ങളോ ചെയ്യരുത് എന്നുള്ളൊരു കാര്യം ജനങ്ങൾ മുമ്പേ എനിക്ക് മുന്നറിയിപ്പ് തന്നിട്ടുള്ളതാണ്. നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ, ഓരോ ദിവസവും ഓരോ പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് അവിടെ ഇവിടെയും ചാരി നിർത്തിയിട്ട് കാട്ടുന്ന കുൽസിതങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. ഇതിന് മാത്രം പെണ്ണുങ്ങൾ ഇതിനൊക്കെ തയ്യാറായിട്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള വസ്തുത. കാരണം ഇത്തരം ആണുങ്ങൾ വിളിക്കുമ്പോൾ ഇത്തരം കൂത്താടാനായിട്ട് പെണ്ണുങ്ങൾ ഇതിന് തയ്യാറായിട്ട് നടക്കുന്നുണ്ട്. ചിലപ്പോൾ കാശ് അങ്ങോട്ട് കൊടുത്തിട്ട് റീൽസ് എടുക്കുന്നവരാണ് കൂടുതലും. അപ്പം ഞാനൊക്കെ ആദ്യം ഇവരെ കണ്ടപ്പോൾ ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൗതുകത്തിൻ്റെ പുറത്തൊന്നോ 2 റീൽസ് അവർക്കിടെ കൂടെ ചെയ്തു എന്നല്ലാതെ നമ്മൾ ആ ഒരു ഗ്യാങ്ങിലോ അല്ലെങ്കിൽ അവരുമായിട്ട് നിരന്തരം കോണ്ടാക്റ്റോ ഉള്ള ആളുകളല്ല. അതിപ്പോൾ രേണുസുതി ആണെങ്കിൽ കൂടിയും നമ്മൾ കാണുമ്പോൾ എന്തെങ്കിലും റീൽസോ കാര്യങ്ങളോ ചെയ്യുന്നു എന്നല്ലാതെ നിരന്തരം നമ്മൾ അവരായിട്ട് സമ്പർക്കമുള്ള ആളുകളല്ല. അപ്പം ഇവന് കിട്ടിയതൊന്നും പോരാ എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. കാരണം ഇത് വളരെ കുറഞ്ഞു പോയി. ഈ ചെയ്തവരെന്താണ് ഇത് ഇത്ര നിസ്സാരവൽക്കരിച്ച് വിട്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഇവനൊക്കെ പലരും പലതും ഇവനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇത് നേരിട്ടറിയാത്ത കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇതിലൊരു അഭിപ്രായം പറയാത്തത്. അഭിലാഷാട്ടായാണ് ഇത്തരം പെണ്ണുങ്ങളുടെ കൂടെ വൃത്തികേടുകൾക്ക് നടക്കുന്നതും വൃത്തികേട് കാണിക്കുന്നതും എന്ന് പലരും എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നെ മീഡിയക്കാർ എന്നെ വിളിച്ചു നിർത്തി പറഞ്ഞിട്ടുണ്ട്, ചേച്ചി നിങ്ങൾ വീഡിയോ എടുക്കാൻ വരുന്ന ആളല്ലേ, നിങ്ങൾ എന്തിനാണ് ഇവരുടെ കൂടെ റീൽസ് ചെയ്യുന്നത്, നിങ്ങൾ ഇനി ചെയ്യരുത് എന്ന് വരെ സ്നേഹത്തോടെ ഉപദേശിച്ച ആളുകളും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ പൊന്നു മക്കളെ എനിക്കറിയില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഇവരെയൊക്കെ കാണുമ്പോൾ ഒരു കൗതുകം, അപ്പം അതിൻ്റെ പേരിൽ നമ്മളൊരു റീൽസ് എടുക്കുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഇവരായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റുകളും ഇല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവനെയൊക്കെ ഈ കാറിലിട്ട് പൂശിയത് ആരാണെങ്കിലും നല്ലൊരു കാര്യമാണ് ചെയ്തത്. പക്ഷെ ഇത് കുറച്ച് കുറഞ്ഞു പോയി എന്ന് മാത്രമാണ് എൻ്റെ അഭിപ്രായം. ഇവനൊക്കെ ഇത്തരം വൃത്തികേടുകൾ ചെയ്തിട്ടാണ് ഈ ആളുകളുടെ ഇടയിൽ കിടന്ന് വരകുന്നത്. അപ്പം ഇവനൊക്കെ നിലയ്ക്ക് നിർത്തേണ്ടത് ഒരു ആവശ്യം തന്നെയാണ്. പക്ഷെ ഇതിനു മുമ്പ് മീഡിയയുടെ ആളുകൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവനെ ശരിക്കും മീഡിയക്കാരെ അകറ്റി നിർത്തിയേക്കുവാണ്. ഇന്നലത്തെ മഴയ്ക്ക് കിളിർത്ത തകര എന്ന് പറയുന്ന പോലെ കൂണുകളായിട്ട് മുളച്ച മീഡിയക്കാരാണ് ഇവനെ കൊണ്ടുവന്നിട്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത്. ലാസ്റ്റ് അവർക്കിടെ നിന്നിട്ട് ഇവന് കിട്ടുന്നുമുണ്ട്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇവനെ ഇങ്ങനെ മീഡിയക്കാർ കുറ്റം പറയുന്നത്, ഇവനൊരു നിരുപദ്രവ ജീവിയല്ലേ, ആരെയും ഒരു ഉപദ്രവിക്കാത്ത ഒരാൾ എന്ന രീതിയിലാണ് എൻ്റെ ചിന്ത മുഴുവൻ പോകുന്നത്. ഇത്തരം വൃത്തികേട് കാണിക്കുന്ന ആളുകളെ എന്ത് ചെയ്യണം, ഇതുപോലെ കൊണ്ടുപോയി നൈസായിട്ട് പൂശി വിടേണ്ടത് അത്യാവശ്യമാണ്. ഒരു മീഡിയക്കാർക്കും ഇവനെ ഇഷ്ടമല്ല എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം മീഡിയക്കാരെയാണ് തെറ്റിദ്ധരിച്ചത്. എന്താണ് ഇവരിങ്ങനെ ഇവനോട് പെരുമാറുന്നത്, ഇവരെന്താണ് ഇങ്ങനെ ഒരു മനുഷ്യത്വം ഇല്ലാത്ത പോലെ ഈ ഒരു സാധു പയ്യനോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന രീതിയിലാണ് ഞാൻ ചിന്തിച്ചത്. അതിന്റെ കയ്യിലിരിപ്പ് ശരിയല്ലാണ്ടായിരിക്കും മീഡിയക്കാർ കൊണ്ടുപോയി പൂശിയത്. കാരണം ഇവനെയൊക്കെ കൊണ്ടു കടന്ന് വളർത്തുന്നത് അവർ തന്നെയാണല്ലോ. അപ്പം വളർത്താനും ഇല്ലാതാക്കാനുമുള്ള അവകാശം അവർക്ക് തന്നെയാണ്. ഇവനെ ഇത്തരത്തിൽ വളർത്തി വലുതാക്കി വഷളാക്കിയ മീഡിയക്കാർ തന്നെ ഇവനെ ഒതുക്കി നിർത്തട്ടെ. ഇവനൊക്കെ ഡെയിലി ഓരോ പെണ്ണുങ്ങളെ തുണി മാറുന്ന പോലെ കൊണ്ടുവന്നിട്ടാണ് അഭ്യാസങ്ങൾ, ചില്ലറ അഭ്യാസങ്ങളല്ല കാണിക്കുന്നത്. ഓരോ പാലത്തിൻ്റെ അടിയിലും അതിലുമേൽ ചാരി നിർത്തി ഇവനൊക്കെ കാണിക്കുന്ന കോപ്രായങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ തൊലി ഉരിഞ്ഞു പോകും. അത്രത്തോളം വൃത്തികേടുകളാണ് ഈ അഭിലാഷ് ആട്ടായം എന്ന് പറയുന്ന ഈ ഒരു
എന്താ പറയുക, ഇതിനു വേണ്ടി കുറെ സ്ത്രീകൾ തയ്യാറായി ഇറങ്ങുന്നുണ്ടല്ലോ എന്നാണ് എനിക്ക് അത്ഭുതം. ഇപ്പം കോഴിക്കോട് ദാസേട്ടൻ, എന്താണ് ആ പുള്ളിനെ പറ്റിയിട്ടുള്ള പേര്, ആരോപണങ്ങൾ വരെ ഉന്നയിച്ചുകൊണ്ട് ആളുകൾ രംഗത്ത് വന്നില്ലേ. ഈ കോഴിക്കോട് ദാസേട്ടൻ എന്ന് പറയുന്ന ആള് ഓരോ ദിവസവും ഓരോരുത്തരും ഇതുപോലെ തന്നെ സെയിം കാറ്റഗറിയിലാണ് കൊണ്ടുവന്നിട്ട് ഓരോ റീൽസിലും ഓരോ ലേഡീസാണ്. അപ്പൊ സെയിം കാറ്റഗറിയിലുള്ള ആളുകളാണ് ഇവരൊക്കെ. ഇവർക്കെതിരെയൊക്കെ ശക്തമായിട്ട് നമ്മൾ പ്രതികരിക്കുക തന്നെയാണ് വേണ്ടത്. ഇപ്പൊ സമയമില്ലാത്തത് കൊണ്ടാണ് വീഡിയോ ചുരുക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിനെക്കുറിച്ചിട്ട് വൃത്തിക്ക് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. ചിലരൊക്കെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതാണ് ഇപ്പം മീഡിയക്കാർ ചെയ്തത്, പക്ഷെ അത് കുറച്ച് കുറഞ്ഞു പോയി. ഇനിയും കൂടുതൽ 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 ഇവനിട്ട് കൊടുക്കട്ടെ. ഇവൻ്റെയൊക്കെ സുനമണി പൊട്ടിച്ചു വിടേണ്ട സൈസാണ്, എന്നാലാണ് ഇവൻ്റെയൊക്കെ ഈ ഒരു ഇളക്കങ്ങൾ നിൽക്കുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഇതിനെക്കുറിച്ചിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും വൃത്തിക്ക് ഞാൻ സംസാരിക്കുന്നതായിരിക്കും.